സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്കേവർക്കും SSJJ എന്ന യൂട്യൂബ് ചാനലിന്റെ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സദൃശ്യവാക്യം 18-ാം അധ്യായം ബൈബിൾ ക്വിസിലൂടെ പഠിക്കാം. കൂട്ടുവിട്ട് നടക്കുന്നവൻ സകല ജ്ഞാനത്തോടും എന്തു ചെയ്യുന്നു? ഉത്തരം: കയർക്കുന്നു. ചോദ്യം: മനുഷ്യന്റെ എന്താണ് ആഴമുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം: വായിലെ വാക്ക്. ചോദ്യം: നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിനു ആരുടെ പക്ഷം പിടിക്കുന്നതാണ് നന്നല്ലാത്തത്? ഉത്തരം: ദുഷ്ടന്റെ. ചോദ്യം: ആരുടെ അധരങ്ങളാണ് അവന്റെ പ്രാണനു കെണിയാകുന്നത്? ഉത്തരം: മൂഢന്റെ. എന്താണ് മൂഢന്റെ നാശം വരുത്തുന്നത്? ഉത്തരം: വായ്. ചോദ്യം: വേലയിൽ മടിയനായവൻ ആരുടെ സഹോദരൻ? ഉത്തരം: മുടിയന്റെ. ചോദ്യം: ആരുടെ അധരങ്ങളാണ് അവന്റെ പ്രാണനു കെണിയാകുന്നത്? ഉത്തരം: മൂഢന്റെ. ചോദ്യം: ആരുടെ വാക്കാണ് സ്വാദുഭോജനം പോലെയിരിക്കുന്നത്? ഉത്തരം: ഏഷണിക്കാരന്റെ. ചോദ്യം: വേലയിൽ മടിയനായവൻ ആരുടെ സഹോദരനാണ്? ഉത്തരം: മുടിയന്റെ. ചോദ്യം: ആരുടെ നാമമാണ് ബലമുള്ള ഗോപുരം? ഉത്തരം: യഹോവയുടെ. ചോദ്യം: ധനവാന് എന്താണ് ഉയർന്ന മതിലായി തോന്നുന്നത്? ഉത്തരം: തന്റെ സമ്പത്ത്. ചോദ്യം: നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം എന്തു ചെയ്യുന്നു? ഉത്തരം: നിഗളിക്കുന്നു. ചോദ്യം: മാനത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉള്ളതെന്ത്? ഉത്തരം: താഴ്മ. ചോദ്യം: കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് എന്തായി തീരുന്നു? ഉത്തരം: ഭോഷതവും ലജ്ജയും. ചോദ്യം: ആരുടെ ഹൃദയമാണ് പരിജ്ഞാനം സമ്പാദിക്കുന്നത്? ഉത്തരം: ബുദ്ധിമാന്റെ. ചോദ്യം: ജ്ഞാനികളുടെ ചെവി അന്വേഷിക്കുന്നതെന്ത്? ഉത്തരം: പരിജ്ഞാനം. ചോദ്യം: മനുഷ്യൻ വയ്ക്കുന്ന. എന്തിനാലാണ് മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകുന്നത്? ഉത്തരം: കാഴ്ചയാൽ. ചോദ്യം: തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ ആരായിട്ടാണ് തോന്നുന്നത്? ഉത്തരം: നീതിമാൻ. ചോദ്യം: വായുടെ ഫലത്താൽ മനുഷ്യന്റെ എന്താണ് നിറയുന്നത്? ഉത്തരം: ഉദരം. ചോദ്യം: വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യനു എന്തു വരും? ഉത്തരം: നാശം. ചോദ്യം: മരണവും ജീവനും എന്തിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്? ഉത്തരം: നാവിന്റെ. ചോദ്യം: ഭാര്യയെ കിട്ടുന്നവനു എന്ത് കിട്ടുന്നു? ഉത്തരം: നന്മ. ചോദ്യം: ആരാണ് യാചനാരീതിയിൽ സംസാരിക്കുന്നത്? ഉത്തരം: ദരിദ്രൻ. ചോദ്യം: കഠിനമായി ഉത്തരം പറയുന്നത് ആര്? ഉത്തരം: ധനവാൻ. 25-ാമത്തെ ചോദ്യം: അധരങ്ങളുടെ വിളവ് കൊണ്ട് മനുഷ്യന് എന്തു വരും? ഉത്തരം: തൃപ്തി. ബൈബിൾ ക്വിസ് പ്രോഗ്രാം തുടർന്നും ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി. വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.